ഞാൻ പെട്ടെന്ന് ഒരു ചിത്രം ഓർമ്മിക്കുകയാണ്. അങ്ങ് BJP-യിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ അങ്ങേ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതിനകത്ത് വല്ലാത്തൊരു സ്നേഹവായ്പോ കരുതലോ സന്തോഷമൊക്കെ ഉള്ളൊരു ചിത്രം. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് എത്ര കാലത്ത് പരിചയമുണ്ട്? രാജീവ് ചന്ദ്രശേഖറുമായിട്ട് എനിക്ക് ഒരു മുൻ പരിചയമില്ല. പടം കണ്ട അങ്ങനെ തോന്നൂല പോലെയുള്ള ഇടപെടൽ. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ ഒരുപാട് മുഖങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് സ്വിസ് ട്രാൻസ്പോർട്ട് പരിസ്ഥിതി അഗ്രികൾച്ചർ പോർട്ട്ഫോളിയോയുള്ള മിനിസ്റ്ററെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അത് മംഗളം പത്രത്തിൽ അന്ന് ഈ ബസ്സിനെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും എഴുതിയ ആ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് സൺഡേ സപ്ലിമെൻ്റിൻ്റെ 3 പേജിൽ ഒന്നിതായിരുന്നു. 3 പേജ് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞ് ടൊറാൻഡോയിൽ വെച്ച് കാനഡ ടൂറിസം മിനിസ്റ്ററെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നായനാരെ പോലുള്ള ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്ന് 2013 ഡിസംബർ എൻഡിലാണ് പ്രവാസ് ഭാരതീയ എല്ലാ വർഷമുള്ളതാണല്ലോ, അല്ലെ, എവറി 1 in 2 years. അതിലന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി, ഗുജറാത്ത് സി എം ആയിരിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അതായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ലാസ്റ്റ് ഡേ. അപ്പം ബിജാൻ ഭവനിൽ ഏറ്റവും മുൻനിരയിലാണ് എനിക്കിരിക്കാൻ അവസരം കിട്ടിയത്. എനിക്കും എൻ്റെ ചീഫ് എഡിറ്റർക്കും. ഞാനന്ന് അസോസിയേറ്റ് എഡിറ്ററായിരുന്നു ആ മാധ്യമത്തിൻ്റെ, അമേരിക്കൻ മാധ്യമമാണ്, മലയാളത്തിലുള്ളത്. അപ്പം ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഈ വ്യക്തിത്വമായിട്ടൊന്ന് ഒരു അഭിമുഖം നടത്തിയാൽ നമുക്ക് ഭയങ്കര മൈലേജ് ആയിരിക്കുമല്ലോ. മോദിജി ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉള്ള ആൾ. ഒരു നെഗറ്റീവ് ഇമേജ് മുള്ളിക്കാന്നുണ്ടായിരുന്നു ഗുജറാത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്താൽ VVIP റൂമിലേക്കുള്ള എൻട്രൻസ് അത്. അവിടെ ഒരു സ്റ്റൺ ഗണ്ണുമായിട്ട് പുള്ളിയുടെ സെക്യൂരിറ്റിക്കാരൻ നിൽപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ഈ കാർഡ് കാണിച്ചു. ഒരു ചെറിയ നുണ അദ്ദേഹത്തിനോട് പറഞ്ഞു, നേരത്തെ പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ശങ്കിച്ചു. അങ്ങനെ എന്നെയും ഈ ചീഫ് എഡിറ്ററെയും എൻ്റെ ഈ കസിനെയും അകത്തേക്ക് കയറ്റി ഞങ്ങൾ നേരെ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോയി ആ റൂമിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുൾ സെക്യൂരിറ്റിയാണ്. അദ്ദേഹം 2 സെക്യൂരിറ്റിക്കാരെ നടുവിലൂടെ നടന്നു വന്ന് ഈ ഡോറ് തുറക്കുന്നു. ആ കൂടെ ഞാൻ കയറി. ലാസ്റ്റ് എൻ്റെ കസിൻ അവർ വിലക്കി. ഞാൻ പറഞ്ഞു ഹീസ് വിത്ത് മീ എന്ന് പറഞ്ഞു കയറ്റി. അപ്പം ഇവരുടെ ധാരണ മോദിജിയോടൊപ്പം കയറി പോകുന്ന ആൾ എന്തായാലും തടയാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ എനിക്ക് കയറ്റം നടക്കില്ല. ഞാനവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു ശ്രീലങ്കൻ മിനിസ്റ്റർ ലേഡി, അവർ 2 മിനിറ്റിൽ പോയി. അപ്പം ഞാൻ മാത്രമേ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ ഒരു കസേര, നേരെ ഫ്രണ്ടിൽ ഒരു കസേര, വേറെ കസേരയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഈ കസിന് ഹിന്ദി അറിയാം. അപ്പോൾ അത് മനസ്സ് വെച്ചുകൊണ്ട് അവനെ കയറ്റിക്കൊണ്ട് പോയാൽ ഞാൻ പറഞ്ഞു, സാർ ഐ ഡോണ്ട് നോ ഹിന്ദി, ക്യാൻ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമല്ലെന്നൊക്കെ ആളെ പറഞ്ഞു കേട്ടിരുന്നു. എൻ്റെ ചോദ്യങ്ങൾക്ക് മുഴുവൻ അദ്ദേഹം അത്ര ലിറ്ററലി എക്സ്പേർട്ടായ ഇംഗ്ലീഷുകാരൊന്നുമില്ല, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അത് മതിയല്ലോ. ഇംഗ്ലീഷ് ഈസ് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഗ്രാമർ പഠിക്കാനല്ലോ. പിന്നെ ആ പാടെ ലോകത്തിലെ 6 രാജ്യങ്ങളിൽ ഇത് ഔദ്യോഗിക ഭാഷയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇന്നതിന് വേണ്ടിയിട്ടാണ്, ഇന്നാണ്, ഇതൊരു അഭിമുഖമാണ്, പ്രസിദ്ധീകരിക്കും, അമേരിക്കയിലെ പത്രമാണ്. ഇവിടെ ഒരു സോ മെനി മലയാളീസ് യൂസ് എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, നല്ല സ്ഥലമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് ഇല്ലെങ്കിലും അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിനോട് തുറന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയല്ലോ. അല്ല, അത് വലിയ സാധാരണ ചില ആളുകൾ അപ്പോയിൻമെൻറ്റ് ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയും. അതൊക്കെ പറയും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തിത്വം. പിന്നെ ഈ നമ്മൾ മാധ്യമപ്രവർത്തനത്തിന് പ്രത്യേകത വെച്ചാൽ ഈ തന്ത്രപൂരം കയറി നമ്മളങ്ങ് പറയുമ്പോഴത്തേ ഇതൊക്കെയാണല്ലോ മാധ്യമപ്രവർത്തനം. അപ്പം ഞാൻ പറഞ്ഞു ഞാനതും പറഞ്ഞു, സാറിന് പെർമിഷൻ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്നതല്ല. നോ പ്രോബ്ലം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. അവസാനം ഞാൻ ചോദിച്ചു, കേരളത്തിൽ നിന്ന് എന്തെങ്കിലും സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞു, ഒറ്റ ചിരിയെ വിളിയിരിച്ചേ, ഞാൻ കേരളത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു 2 ഫുൾ പേജിനുള്ളതെല്ലാം കിട്ടി. 24 മിനിറ്റ് മൊബൈലെല്ലാം ഒരു ട്രേയിലേക്ക് സെക്യൂരിറ്റിക്കാർ വെച്ചു. പക്ഷേ എൻ്റെ കസിൻ തന്ത്രപരമായിട്ട് ആ പടമൊക്കെ എടുത്തു. എൻ്റെ ഇപ്പോഴും അപ്പം അത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് നമ്മളുടെ ഇന്നലകളിലെ ചരിത്രം എന്ന് പറയുന്നത്. മറ്റത് രാജീവ് ചന്ദ്രശേഖർജി, ഞാൻ അദ്ദേഹത്തിന് ചാനലുകളിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒന്നും ഉറപ്പായിരുന്നു, ആ മനുഷ്യൻ വളരെ പയസ്സാണ്. അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകൾ മുഴുവൻ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മനുഷ്യൻ വളരെ പയസ്സാണ്, വളരെ പയസ്സാണ്. അങ്ങനെ ഒരാളെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരാളെ കുറിച്ച് പയസ്സെന്ന് പറയത്തില്ല. പയസ് എന്ന് പറയുന്നത് ഒരുപാട് ഇതുണ്ട്, ഡെപ്തുണ്ട്. BJPയുടെ ഓഫീസിൽ ചെല്ലുന്നു, താഴെ മുതൽ ആർഷ ഷോൺ ജോർജിനെ പോലുള്ളവർ നമ്മളെ സ്വീകരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് പത്രക്കാർക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് -2 ഇതിലേക്ക് പോരുക. ഞാൻ ചെല്ലുമ്പോൾ പുള്ളിയുടെ ക്യാബിനകത്ത് ഇരിക്കുന്നു. പുള്ളി ഉടനെ ചാടി എഴുന്നേറ്റു, അവിടെ നിന്ന് ഇറങ്ങി വന്നു. അതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം ആരാണ് ഇദ്ദേഹം?
ഇന്ത്യയിൽ അത്യുന്നതങ്ങളിൽ വിജയിച്ച അപൂർവം എൻ്റർപ്രണേഴ്സ് ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. നമുക്കറിയാം, ഇന്റലിന്റെ ഉപജ്ഞാതാവെന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അദ്ദേഹം ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. വിജയിച്ച സംരംഭകൻ, ഇന്ത്യയിൽ അസൂയയോടെ കാണുന്നതാണ് അദ്ദേഹത്തിനെ. അദ്ദേഹം കേരളത്തിൻ്റെ BJP പ്രസിഡൻ്റായി വന്നതിന് ശേഷം ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇന്ന് മനുഷ്യൻ കാണുന്ന ത്രൂ രാജീവ് ചന്ദ്രശേഖറാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ക്ലാരിറ്റി ഒരാളെയും കുറ്റപ്പെടുത്തത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പയസ് എന്നുള്ള വീട് വീണ്ടും ഇത് ചെയ്യുന്നു. അദ്ദേഹം വന്നു റജീജിതം പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു, തൊട്ടപ്പുറത്തോടെ ഇരുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോഴും കാഷ്വലായിട്ടാണ്, ഒരു ഫോർമാലിറ്റി ഇല്ല. എൻ്റെ കൂടെ വന്ന് എൻ്റെ 2 സുഹൃത്തുക്കൾ ബോധം കെട്ടു പോകുന്ന പോലെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം ഇത്രയും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ഗ്രേസ്, സിമ്പിളായിട്ട് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം കുറിച്ചെടുത്തു. ഞാൻ വരുന്നുണ്ട് കോട്ടയത്ത് എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു ഡിമാൻഡ് സംസാരിച്ചിട്ടില്ല. ഞാനൊരു ഡിമാൻഡ് അദ്ദേഹത്തിനോട് വെച്ചിട്ടില്ല, അത് എനിക്കും തന്നിട്ടില്ല. അതൊന്നും അല്ലായിരുന്നു എൻ്റെ ഉള്ളിൽ. ഇതിനകത്ത് ഒരു പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ വിശദമായിട്ട് പറഞ്ഞല്ലോ എങ്ങനെയാണ് അതെല്ലാം പറഞ്ഞു. BJP-കാരനായി. പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് എല്ലാവരോടും കൂടി പത്രക്കാരെ ഒപ്പിച്ചിരുന്നു. പിന്നെയുള്ളത് നമുക്ക് എല്ലാവരും കണ്ടു, ഇപ്പം എല്ലാ മലയാളിക്കും അറിയാം. ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അദ്ദേഹം അത് കട്ട് ചെയ്തു. നമുക്ക് കുറച്ച് നേരം സംസാരിക്കണമെന്നും പറഞ്ഞു. തിരിച്ച് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ താഴോട്ട് പോയി, എന്നെയും കൂട്ടി അകത്ത് കയറി. അപ്പോഴും സമന്വിതരായ നേതാക്കളൊക്കെ കൊണ്ട് നമ്മുടെ സുരേഷ് ജെ പോലെ, സുരേഷൊക്കെ എന്നെ വർഷങ്ങളുടെ ബന്ധമുണ്ട്. എൻ്റെ ആഷ്ണേട്ടൻ, നമ്മുടെ ഷോൺ ജോർ, ഇവരെ പോലുള്ള എല്ലാം അടുത്ത് ക്യാബിനിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 10-35 മിനിറ്റ് നേരം സംസാരിച്ചു. ഞാനും BJP താഴെത്തട്ടിൽ വളരുന്നതിനും എസ്പെഷ്യലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേത് ഞങ്ങളിതെല്ലാം സംസാരിച്ചു. ഇതെല്ലാം സംസാരിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്തു. ഭയങ്കര ഹൃദ്യമായ, എന്നെ ആകർഷിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വേൾഡിലെ ചില ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് അവരുമായിട്ട് സംസാരിച്ചിരുന്നൊന്നും സാധാരണ യൂറോപ്യൻസോട് സംസാരിക്കുമ്പോൾ അവർ വളരെ എളിമയോട് സംസാരിക്കത്തുള്ളൂ, അവർക്കൊരു ജാടയില്ല. പക്ഷേ ഈ മനുഷ്യൻ അതിനെപ്പോലും കീഴടക്കി കഴിഞ്ഞു. അദ്ദേഹത്തിനെ പോലെ ലീഡറെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. എത്ര അതിനെ ആ മുഖത്തെ ഗ്രേസ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ദൃഢത, നമ്മളെ ശ്രദ്ധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സാൻമനസ്. അതുമാത്രമല്ല, ഇതുവരെ കേരളത്തിന് പരിചയമില്ലാത്തൊരു രാഷ്ട്രീയം, വികസനം, അതാണ് അതേക്കുറിച്ച് മാത്രം. ആ 4 അക്ഷരങ്ങളാണ് എനിക്ക് തോന്നുന്നത് RCA മുന്നോട്ട് നയിക്കുന്നത്. അതാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത്. വികസനം എന്നൊരു വാക്കല്ലാതെ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കേരളത്തിൽ ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊന്നും ഡെവലപ്പ് ചെയ്യണം. അദ്ദേഹം എതിർ രാഷ്ട്രീയ കക്ഷികളെ വെച്ച് കുറ്റം പറയും, ഒന്നും ചെയ്തില്ല. നമ്മുടെ ഈ രാഷ്ട്രീയക്കാരിൽ ആദ്യം അവനെ കുറ്റം പറയും, പിന്നെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് അത് അറിയില്ല. കാരണം അദ്ദേഹം എന്ന് പറയുന്ന ആൾ 3 തവണ രാജ്യസഭാ മെമ്പർ, കേന്ദ്ര സഹമന്ത്രി, ഈ ഇങ്ങനെ, അതുപോലെ തന്നെ ഈ പറയുന്ന ലോകമറിയുന്ന ഒരു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയ്ക്ക് സിമ്പിളായിട്ട് വളരെ എളിമയോടുകൂടി ഓരോ വാക്ക് പറയുമ്പോൾ അദ്ദേഹം എന്തിച്ചതിന് കൈവെക്കും. ഇതൊന്നും രാജീവ് ചന്ദ്രശേഖർ അഭിനയിക്കുന്നതല്ല, നമുക്ക് അഭിനയം കണ്ടാൽ അറിയാം. നമ്മുടെ രാഷ്ട്രീയക്കാരെ കണ്ടെല്ലാം ക്ലീഷസാ, ഒരു ക്ലീഷയുമില്ല. ഞാൻ അത് പോട്ടെ. അത് കഴിഞ്ഞ് പറഞ്ഞ് നമുക്ക് ഊണ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു. പുള്ളി എന്നോടൊപ്പം ഞങ്ങളെല്ലാവരും കൂടെ ലിഫ്റ്റ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ഞങ്ങളോടൊപ്പം അടുത്തിരുന്ന് അപ്പം പറഞ്ഞു, ഇവിടെ വെജിറ്റേറിയൻ സാർ, നോ പ്രോബ്ലം, നമുക്ക് സന്തോഷമാണ്. അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ മാറ്റം. ഇങ്ങനെ ഒരാൾ നമ്മളോടൊപ്പം നിൽക്കുക, ഇത്രയും സമയം ചെലവഴിച്ചിട്ടും എനിക്ക് തന്ന ഒരു സ്നേഹമുണ്ടല്ലോ, എനിക്ക് തന്നെ തോന്നി അത് ഇതൊരു റയർ എക്സ്പീരിയൻസ് ആണെന്നുള്ളത്, ഇൻസിഡൻ്റ് ആണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതൊരു കൾച്ചറാണെന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞു അനുവാദമില്ലാതെ മോദിയെ ഇടിച്ചു കയറി കണ്ടു, മോദി കാണിച്ച ഒരു ഹോസ്പിറ്റാലിറ്റി, RCയുടെ ഇതെല്ലാം ഒരു 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 രാഷ്ട്രീയ പാർട്ടിയിൽ പൊതുവായിട്ടുള്ള ഒരു അതാണ്. RSS എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരായ സന്നദ്ധ സംഘടന ഇന്ത്യയിലെ BJP പ്രവർത്തകർക്ക് പകർന്നു നൽകിയ ആതിഥ്യ മര്യാദയും മറ്റുള്ളവനെ ആദരിക്കുന്നതും സ്നേഹപൂർവ്വം സമീപിക്കുന്നതിൻ്റെയും ഒരു BJP പ്രവർത്തകനെ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെയും ഏറ്റവും വലിയ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്ക് RSSൻ്റെ പല സുഹൃത്തുക്കളുടെ നേരത്തെ ബന്ധമുണ്ട്. അതൊന്നും രാഷ്ട്രീയമല്ല, സൗഹൃദം. BJPക്കാരറിയാം. ഇന്ന് വരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കേരളത്തിലൊരു BJP പ്രവർത്തകരോട് സംസാരിക്കുന്ന പോലെ കാഷ്വലായിട്ട് മറ്റൊരു രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നില്ല. അവർ വളരെ സിമ്പിളായിട്ട് സംസാരിക്കും. നേരത്തെ പറഞ്ഞ ഏറുപിടുത്തമില്ല, പിന്നെ പിടിച്ചു തൂങ്ങത്തില്ല ഒന്നിലും. ശരിയെന്നൊരാൾ പറഞ്ഞാൽ ആ ശരി അംഗീകരിക്കാൻ ഇവർക്കൊന്നും മനസ്സിലാവും. പക്ഷേ BJP അങ്ങനെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിത്വം എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തെ കേരളം ഉൾക്കൊണ്ടു, വരുന്ന തലമുറ അദ്ദേഹത്തിനെ ഉൾക്കൊണ്ടു. കേരളത്തിൽ ആ വ്യക്തിത്വത്തിൻ്റെ പ്രഭ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കും
എനിക്ക് ഉറപ്പാണ് അത് കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു വ്യക്തിത്വം അദ്ദേഹം. അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്നത്. അനിവാര്യമായിട്ടൊരു രാജീവ് ചന്ദ്രശേഖരായിരുന്നു കേരളത്തിന് വേണ്ടത്. എനിക്ക് തോന്നുന്നത് കേരളത്തിനെ ഇതുപോലെ വട്ടുതട്ടി, ഇതുപോലെ നാണം കെടുത്തി, ഇതുപോലെ വഞ്ചിച്ച് കേരളത്തിനെ ചതിച്ച ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതി, ഇനി ഇതാ വേറൊരാൾ വരുന്നുള്ള കാലഘട്ടം തെളിയിച്ച് എത്തിച്ചതാണ് RC-യിലേക്ക്. RC-യിലേക്ക്. ഏതായാലും ഈ RC-യെ കുറിച്ച് ചെറുപ്പക്കാർക്ക് വലിയ അഭിപ്രായമാണ്. ഭയങ്കര അഭിപ്രായമാണ്. ഞാൻ സംസാരിക്കുന്ന ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാത്ത, അതെ, പുള്ളി കൊള്ളാം കേട്ടോ എന്ന് പറയുന്നുണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരുടെ ഗിമ്മിക്കുകളൊന്നുമില്ല. അതെ, അത് ചെറുപ്പക്കാർ RC രാജീവ് ചന്ദ്രശേഖർ ആരെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ വരുന്ന സാധനം ഞെട്ടിക്കും. ഇപ്പോൾ VD സതീശനെന്നോ അല്ലെ പിണറായി വിജയനെന്നോ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സാധനമല്ല രാജീവ് ചന്ദ്രശേഖർ നടിക്കുമ്പോൾ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ആ വിക്കിപീഡിയ കയറിഞ്ഞോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാധന തോന്നും. ആ മനുഷ്യനാണ് വളരെ സിമ്പിളോടുകൂടി നമ്മുടെ അടുത്ത് പിന്നെ സംസാരിക്കുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ആ പയസ് വ്യക്തിത്വം എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. എനിക്കിന്നുവരെ പലയിടത്ത് നമ്മളെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ ഉണ്ടായിരുന്നിടത്ത് ചേർത്ത് പിടിയില്ല. ഇങ്ങനൊരു നോട്ടേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി ആരുടെ നോട്ടാണെന്നുള്ളത്. ഏതായാലും സന്തോഷം. ഈ തിരക്കിനിടയിൽ ഇന്ത്യ ലൈവിൻ്റെ ഫ്ലോറിൽ വന്നതിൽ സന്തോഷം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട റജി ലൂക്കോസ് ജി നമ്മളോടൊപ്പം ഇനിയും ഉണ്ടാവും. നിങ്ങളും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.